പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് പരീക്ഷയിൽ 30 മാർക്കിന്റെ വെയിറ്റേജ് ആണ് കേരള എക്കണോമിക്ക്. അതിൽ തന്നെ 15 മാർക്കും പോയേക്കുന്നത് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്. ഇപ്പൊ എന്താണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്? ലോക പ്രശസ്തമായ വികസനത്തിന്റെ ആ കേരള മാതൃക എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ ഒരു നിർവചനം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. വളരെ ഉയർന്ന ജീവിത നിലവാരം, മലയാളികളുടെ വളരെ ഉയർന്ന ജീവിത നിലവാരം ഒരു 70കൾക്ക് ശേഷമുള്ള കാലഘട്ടമാണ് ഇതിന്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. എന്നാൽ ഇത് കൈവരിച്ചത് വളരെ ചെറിയ പ്രതിശീർഷ വരുമാനം അല്ലെങ്കിൽ ആളോഹരി വരുമാനം വെച്ചിട്ടാണ് ഈ ഉയർന്ന ജീവിത നിലവാരം കൈവരിക്കാൻ സാധിച്ചത്. ഈ ഒരു മോഡലിനെയാണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ് വിത്ത് ലോ പെർ ക്യാപിറ്റ ഇൻകം. ഇനി ഈ കേരള മോഡൽ എന്നുള്ള പ്രയോഗം അതെവിടുന്ന് വന്നു? ഇതിന്റെ ചരിത്രം 1971 സ്ഥാപിതമായ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ്, കെ എൻ രാജ് എന്ന് പറയുന്ന ഒരു വ്യക്തിത്വമാണ് ഇതിന്റെ പിന്നിൽ. അച്യുതമേനോൻ മന്ത്രിസഭയുടെ നിർദ്ദേശാനുസരണം അദ്ദേഹം സ്ഥാപിച്ച ഈ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് പുറത്തുവിട്ട ചില പഠനങ്ങൾ, ഈ പഠനത്തിന്റെ റിപ്പോർട്ട്സ് റെക്കമെൻഡേഷൻസും ആണ് പിൽക്കാലത്ത് ഈ കേരള മോഡൽ ഡെവലപ്മെന്റ് എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. അമർത്യ സെന്നിനെ പോലെയും ജോൺ ഡ്രസിനെ പോലെയുള്ള ആൾക്കാരുണ്ട്. അവരാണ് ഇതിനെ എഴുതി പോപ്പുലർ ആക്കിയത് കേരള മോഡൽ എന്നുള്ള രീതിയിൽ. ഇനി മലയാളികളുടെ ജീവിത നിലവാരത്തെ പറ്റി പറയുമ്പോൾ അമേരിക്കയോട് പോലും തുലനം ചെയ്യാൻ പറ്റുന്ന ജീവിത നിലവാരം, മാനവ വികസന സൂചികയിൽ അമേരിക്കയുടെ സ്കോർ 0.9 ആയിരുന്ന സമയത്ത് മലയാളികളുടെ കേരളത്തിന്റെ സ്കോർ 0.76 ആയിരുന്നു. അപ്പൊ ഈ രീതിയിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഹ്യൂമൻ ഡെവലപ്മെന്റ് നമുക്ക് കൈവരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്.